കിങ് സൈഡ് പോണിനെ ഞാൻ ഒരു 2 സ്റ്റെപ്പ് മുമ്പോട്ടാക്കി. അതിനുശേഷം ക്യൂൻ സൈഡ് പോണിനെയും മുമ്പിലോട്ടാക്കി അറ്റാക്ക് ചെയ്തു. ഇവിടെ അവർ ചെയ്തത് ക്യൂവിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യാനുള്ളൊരു പ്ലാനായിരുന്നു. ഞാൻ എൻ്റെ നൈറ്റിനെ മുമ്പോട്ട് കൊണ്ടുവന്നു. അവരെൻ്റെ പോണിനെ എടുത്തു. ഞാനാണെങ്കിൽ വിടുവോ പോണിനെ? എൻ്റെ നൈറ്റ് കൊണ്ടെടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്തു? നമ്മളെ ബിഷപ്പിന് മുമ്പോട്ട് കൊണ്ടുവന്ന് എൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വിടുവോ? ഞാൻ വിടൂല. ഞാൻ എൻ്റെ പോണിനെ വെച്ച് ഡിഫെൻഡ് ചെയ്തു എൻ്റെ നൈറ്റിനെ. അപ്പോൾ എന്ത് ചെയ്തു? ഈ എൻ്റെ നൈറ്റിനെ 2 തരത്തിൽ ബിഷപ്പ് കൊണ്ട് ഒരു സൈഡിൽ നിന്ന് ക്യൂവിനെ കൊണ്ട്, ഇപ്പോൾ ഇതാ നൈറ്റ് കൊണ്ട് മറ്റൊരു അറ്റാക്കും കൂടി. ഞാൻ വിടുവോ? ഞാൻ ആലോചിച്ചു ഏതാണ് ഇതിൽ ബെസ്റ്റ് മൂവ് എന്ന്. കാരണം നമ്മളങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഞാനിങ്ങനെ ആലോചിച്ച് എൻ്റെ ഒരു ബെസ്റ്റ് മൂവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നൈറ്റിനെ എടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്നല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ നൈറ്റ് എടുത്ത് ഞാൻ എൻ്റെ ബിഷപ്പ് എടുത്ത്, എൻ്റെ ബ്ലാക്ക് ബിഷപ്പ് എടുത്ത് നൈറ്റിനൊരു സപ്പോർട്ട് കൊടുത്ത്. അതല്ലേ ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? നോക്കാം നമുക്ക്. എൻ്റെ നൈറ്റ് എടുത്ത് കുറച്ച് ആലോചിച്ചെങ്കിലും ഞാൻ ഒരു നല്ല ഡിസിഷൻ എടുത്തു എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വേറൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ പോണെടുത്ത് അവരുടെ ബിഷപ്പിനെ ഒന്ന് അറ്റാക്ക് ചെയ്യായിരുന്നു. ഞാനത് ചെയ്തില്ല. പോട്ടെ. ഇതാണ് എൻ്റെ ബിഷപ്പ് എടുത്ത് നൈറ്റിൻ്റെ സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ നൈറ്റിൻ്റെ പോണിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ടുണ്ട്, ബിഷപ്പിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ടുണ്ട്. അപ്പോൾ അതാ അവർ കളിക്കുന്നു. അവരുടെ നൈറ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരെന്നെ ടോട്ടൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. ഞാൻ വിടുവോ? ഞാൻ വിട്ടില്ല. ഞാനും അതുപോലെ എൻ്റെ ബിഷപ്പ് കൊണ്ട് മറ്റൊരു അറ്റാക്കിന് പ്ലാൻ ചെയ്തു. അപ്പോൾ നൈറ്റ് മുമ്പോട്ട് കൊണ്ടുവരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. നൈറ്റ് കുറച്ച് ഡേഞ്ചറസ് ആയതുകൊണ്ട്